ഒരു ചെറുപയർ പരിപ്പിൻ്റെ പ്രഥമൻ വെക്കാനാണ് കണക്കാക്കി. ഇതൊരു 300 ഗ്രാം പരിപ്പാണ്. ഇത് ഞാൻ വറുത്തിട്ട് കഴുകി വെച്ചിട്ടുള്ളൂ. ഇത് ഞാൻ ഇതിലിട്ടിട്ട് അത് വേവിച്ചിട്ടാകുമ്പോൾ വലിയ പാത്രത്തിലിട്ടിട്ട് നമുക്ക് പാകാക്കാം. ഈ തൽക്കാലം വേവിച്ചെടുക്കട്ടെ. ഞാൻ കുക്കറിൽ ഒരുപാട് സമയം വേവേണ്ടി വരും. പിന്നെ ഗ്യാസിൽ ഇങ്ങനെ വെച്ചാൽ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ഇത് വേഗം ഇതിനകത്ത് ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇത് 300 ഗ്രാം ഉണ്ട്. ഇത് 450 ഗ്രാം വെല്ലമാണ്. 300 ചെറുപയറിന് 450 ഗ്രാം വെല്ലം. ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരി 25 ഗ്രാമിൻ്റെ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. പിന്നെ ഇത് ലേശം കുറച്ച് പശു നെയ്യാണ്. അത് വീണ്ടും നമുക്ക് എടുക്കാം. ഇത് ഒരു വലിയ തേങ്ങയാണ്. തേങ്ങ ചരുവി വെച്ചതായിരിക്കും. ഇതിൻ്റെ പാലാണ് എടുക്കേണ്ടത്. പിന്നെ ഞാനിപ്പോൾ ഇതിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് ഗ്യാസിൽ വെക്കട്ടെ. ഗ്യാസിൽ വെച്ചിട്ട് അത് ആവി കയറിയപാട് നമുക്ക് മാറ്റാം. ഇതിലാകുമ്പോൾ പെട്ടെന്ന് ആവി കയറും. പെട്ടെന്ന് ആവും. അല്ലെങ്കിൽ ഞാൻ മറ്റേതിനാകുമ്പോൾ ഒരുപാട് സമയം വെക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ആക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ആക്കിയിട്ട് വെക്കട്ടെ. അടുപ്പത്ത് വെക്കട്ടെ. ഇനിയിപ്പോൾ ഇത് ഞാൻ കുക്കറിൽ കത്തിക്കുന്ന ഇവിടെ വെക്കട്ടെ. ഇതായ പാട് അപ്പോഴൊക്കെ ഞാൻ തേങ്ങാപ്പാൽ വീഞ്ഞെടുക്കണം. വെല്ലം ആക്കണം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇത് കണ്ട കുക്കറിലാക്കിയിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. കണ്ടാ. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടുപ്പത്ത് വെക്കണം. ഈ മൂന്നാമത്തെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് വെക്കാം. കണ്ടാ. ഇതേപോലെ അടുപ്പത്ത് ഇതിനകത്താണ് വെക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ആക്കുന്നത് ഉരുളി എടുക്കാൻ വലുത് ഒരുപാടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഉരുളി എടുക്കേണ്ട വെച്ചിട്ടാണ്. ഗ്യാസ് ഒരുപാട് പോയി പോകും. അതുകൊണ്ട് വലിയ ഉരുളിയാകുമ്പോൾ ഇപ്പം കണ്ടില്ലേ. ഇതുപോലെ ഇത് അടുപ്പത്ത് വെച്ചു. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വേവിക്കുമായിരുന്നു. പാകത്തിന് വെന്ത് അധികം വെന്തിട്ടില്ല. പാകത്തിന് വേവുകയും ചെയ്തു. അപ്പോൾ 2 വിസിലേ വന്നിട്ടുള്ളൂ. അതാണ് ഞാനിപ്പോൾ അവിടെ വെച്ചിട്ടുള്ളത്. അത് ഓരോരോ കുക്കറിന് ഒരുപാട് വിസിലടിക്കേണ്ടി വരും. ഓരോരോ കുക്കറിന് ഒറ്റ വിസിലടിച്ചാൽ മതി. ഓരോ കുക്കറിന് പിന്നെ ഒരുപാട് വിസിലടിക്കേണ്ടി വരും. എൻ്റെ അങ്ങനെ വേണ്ട. അതുകൊണ്ട് അതിൻ്റെ പാകം വേവുന്ന കുക്കർ നമുക്കറിയാലോ എത്ര പോലെ വേവുണ്ടെന്നുള്ളത്. എൻ്റെത് പാകത്തിന് 2 വിസിലടിക്കുമ്പോഴേക്കും പാകത്തിന് വെന്തിന്. അതിന് ഇത് 2 തരത്തിലാണ് ഞാൻ വറുത്തിട്ടിന് കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് ലേശം മൂപ്പിച്ചിട്ടും പകുതി മൂപ്പിക്കാതെ ഉണ്ടുവന്ന് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. അതല്ലേ, പകുതി മൂപ്പിച്ചിട്ടും പകുതി മൂപ്പിക്കാതെ. പകുതി ലേശം അധികം മൂപ്പിക്കും, ബാക്കി പകുതി കുറച്ചിട്ട്. എന്നുവെച്ചാൽ ആ പകുതി ഉള്ളത് ലേശം വെന്താൽ ഇനി യോജിപ്പ് കിട്ടും, മറ്റേത് കടിക്കാനും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 2 തരത്തിലാണ് ഞാൻ പ്രഥമൻ വെക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത്. ആ 2 തരത്തിലിട്ട് മാത്രമേ അതിൻ്റെ രുചി കിട്ടുള്ളൂ. എന്നുവെച്ചാൽ വെറും അധികം ചെള്ളായി എല്ലാം ഒരുപോലെ ആക്കി കഴിഞ്ഞാൽ ഒരുപോലെ വെന്തുപോവും, അല്ലെങ്കിൽ വെകാതെ ആയിപ്പോവും. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ പകുതി വെന്ത് നല്ലോണം കലങ്ങിയിട്ട് നമുക്ക് കൊഴുപ്പും കിട്ടും, പകുതി പിന്നെ ഇങ്ങനെയായിട്ടും കിട്ടും. അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വേണ്ട ഇതേപോലെ. ഇനിയിപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വെല്ലം ഇടാൻ പറ്റും. വേണ്ട അത് തിളക്കണം. തിളച്ച് കഴിഞ്ഞാൽ പാകത്തിനുള്ള വേവാന്ന്. വേണ്ട നല്ലോണം വെന്തിന്. ഇത് നമ്മളിങ്ങനെ വെറുതെ അടുപ്പത്ത് വെച്ചതാങ്ങനെ ഉണ്ടല്ലോ, കുറേ സമയം വേവണം. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേഗം ആവാൻ വേണ്ടിയിട്ടാണ് വേഗം കുക്കറിൽ വെച്ചിന്. ഒരുപാട് ഗ്യാസും വേണ്ടേ. അടുപ്പത്ത് വെക്കാൻ വെച്ചാൽ അടുപ്പിൽ എൻ്റെ ശരിക്കും വെളി കാണുന്നില്ല. അവിടുത്തെ ആ ലൈറ്റ് ഇല്ല അവിടെ. അതുകൊണ്ട് പിന്നെ വെളിയില്ല, ഇങ്ങനെ കാണുന്ന ഇരുട് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ആക്കിയിട്ടുള്ളത്, ഗ്യാസിൽ വെക്കുന്നത്. ഇതിപ്പോൾ ഇതേപോലെ നല്ല പാകത്തിന്. ഇനിയിപ്പം നമുക്ക് വെല്ലം ഇടണം. ഈ തിളക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വെല്ലം, ഇത് 300 ഗ്രാം പരിപ്പ്, 450 ഗ്രാം വെല്ലമാണ് ഉള്ളത്. ഇനി വെല്ലം വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് ഇട്ടാൽ മതി. എല്ലാ വെല്ലം ഒരുപോലെ മധുരം ഉണ്ടാവില്ല, ചില വെല്ലം കൂടുതൽ മധുരം ഉണ്ടാവും. അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് ഞാൻ 450 വെല്ലം ഇതിലിടുന്നുണ്ട്. ഇല്ല ഇനിയിപ്പം ഇത് വെന്തിന്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വെല്ലം തിളച്ചു. ഇനിയിപ്പോൾ ഈ വെല്ലം ഇതിലിട്ട് ഉണ്ടാ. ആ 450 ഗ്രാം വെല്ലം ഇതിലിട്ടു. 300 ഗ്രാം പരിപ്പിന് 450 ഗ്രാം വെല്ലം.
അപ്പോൾ ഇതിൻ്റെ കണക്ക് പ്രകാരം നിങ്ങൾ ഇട്ടോളൂ. വെല്ലം പിന്നെ നോക്കിയിട്ട് നിങ്ങൾ മധുരം നോക്കിയിട്ട് ഇട്ടോളൂ. ഒരു കിലോ പരിപ്പിന് 1.5 കിലോ വെല്ലമാണ് കണക്ക്. 1 കിലോ പരിപ്പിന് 1.5 കിലോ വെല്ലം, അന്നേരം 750 വെല്ലം വേണം 1/2 കിലോ പരിപ്പിന്. അപ്പോൾ 300 450 വെല്ലം കണക്ക് തന്നെ. 300 450 വെല്ലം അത് കണക്കാണ്. നിങ്ങളത് അതിൻ്റെ തോതിന് ഇട്ടാൽ മതി. ഇത് നല്ല കറുത്ത വെല്ലാണ്, അതുകൊണ്ട് കറുപ്പ് കളറ് കുറച്ച് കൂടുതലുണ്ടാവും. നല്ല വെറും കറുത്ത കട്ടയാണ്, അതുകൊണ്ട് വെല്ലത്തിന് ഭയങ്കര കറുപ്പ് കളറായിരിക്കും. ചുവപ്പല്ല, ഇനി ചുവന്ന വെല്ല വേണ്ടത്, കറുപ്പുമല്ല ചുവപ്പുമല്ല വെള്ളയല്ല, അങ്ങനത്തെ വെല്ല വേണ്ടത്. ഇനി അത് ഇടത്തരം കറുപ്പുള്ള വെല്ല ഇനി വേണ്ടത്. എന്നാൽ നല്ല കളറും ഉണ്ടാവും, നല്ല കാണാനും നല്ല ചൊങ്കുണ്ടാവും. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അന്നേരം കാണൂല, പിന്നെ രുചി ഉണ്ടാവുമപ്പ. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് പിരിഞ്ഞിട്ടിട്ടുള്ളത്. ഇതിപ്പം ഉണ്ടല്ലോ, ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാവട്ടെ. ഇനി ഞാനിപ്പോൾ 2ാം പാലും കൂടി ഒഴിച്ചു. 2ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കും. ഇനിയിപ്പോൾ തമ്പാൽ മാത്രമേ ഉള്ളൂ. 3ാം പാൽ ഞാൻ എടുത്ത് വെച്ച്, തമ്പാലും പിന്നെ 2 പാലും. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പിടണം. ഇതായി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ഉപ്പിടണം. കണ്ടില്ലേ, ഇതിനൊരു സ്പൂൺ കൂടുതൽ വേണ്ട, നോക്കിയിട്ട് കുറച്ച്. അതിന് ഉപ്പുണ്ടെങ്കിൽ അതിൻ്റെ രുചി കിട്ടുള്ളൂ. ഉപ്പ് വേണം. ചില ആൾ ഉപ്പിടില്ല, ഉപ്പിടാഞ്ഞാൽ അതിൻ്റെ രുചി വരില്ല. ആ വെല്ലം ഇടുമ്പോൾ ഉപ്പ് വേണം. പഞ്ചസാരക്കാണെങ്കിൽ ഉപ്പ് വേണ്ട. പഞ്ചസാരക്ക് ഉപ്പിട്ടാൽ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വെല്ലത്തിനാകുമ്പോൾ ഉപ്പിടണം. കണ്ടില്ലേ, ഞാൻ ഉപ്പിട്ടു. ഇനിയിപ്പം ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, തിളക്കുന്നുണ്ട്. ഉപ്പിട്ടു, കണ്ടില്ലേ, ആണല്ലേ, നല്ല പാകത്തിന് വന്നിട്ട് നല്ല കളറും ഉണ്ട്. നല്ല കളറും ഉണ്ട്. ഇനിയിപ്പം ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാനായി. വാങ്ങുമ്പോൾ ഏലക്കായ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏലക്കായ് ചുക്ക് കിട്ടിയില്ല, ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് വറുത്തിടുക. നമുക്ക് വേണ്ട പശു നെയ്യ് എടുത്തിട്ട് ഇത് വറുത്തിടുക. അതാ വേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ നല്ല പാകം, നല്ല അടിപൊളി കളറും നല്ല. ഇത് തണിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ചുക്കും കൂടി വേണേ, ചുക്കില്ല, ചുക്ക് ഇടിയടി കിട്ടാനുമില്ല. പിന്നെ ടൗണിലെങ്ങാറ്റം പോയിട്ട് ചുക്ക് മേടിച്ചു കൊണ്ടുവരണം, മരുന്ന് കുടിയിലെങ്ങാറ്റം. പക്ഷെ അതിനിപ്പം പോകാൻ ആളില്ലല്ലോ, അതുകൊണ്ട് ചുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ കടയിൽ ചുക്കില്ല, അതുകൊണ്ടിപ്പം വലിയൊരു കഷ്ടമായി. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഇനിയിപ്പോൾ ഇത് വറുത്തിടാനാക്കട്ടെ. പശു നെയ്യ് അത്രയേ വേണ്ടൂ. നമുക്ക് അധികം ഇഷ്ടമല്ല ഈ പശു നെയ്യ് ഇങ്ങനെ ഇലെല്ലാം ഇടുന്നത്, എല്ലാം മക്കൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേ ആക്കുന്നില്ല. ഇത് കണ്ട, അത് വറക്കാൻ മാത്രമേ ആക്കുന്നില്ലൂ. നോക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ. ഇതിപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് ഏലക്കായ് പൊടിച്ചതായിട്ട് വേണ്ട. ഏലക്കായ് പഞ്ചസാര കൂട്ടി എല്ലാവരും പൊടിക്കുക, ഞാൻ പൊടിച്ചിട്ടില്ല. വേണ്ട, ഇത് ഏലക്കായ് കുരു കൊടുത്തിട്ട് പൊടിപ്പിക്കുക, പഞ്ചസാരയും കൂട്ടി പൊടിപ്പിക്കുക. അത് ഞാൻ പൊടിക്കുന്നില്ല, അങ്ങനെ ഇട്ടത് കണ്ടില്ലേ. അതേപോലെ അതിട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി ഇതിനിപ്പോൾ ഞാൻ വാങ്ങി വെക്കാൻ പോവുക. അത്രേ വേണ്ടു. ആയി, നമ്മൾ മറ്റേ കുക്കറിൽ വേവിച്ചുകൊണ്ട് പെട്ടെന്നായിന്. ഇത് നല്ല പാകത്തിനുള്ള ആവുമായിന്. വേണ്ട, ഇനിയിപ്പോൾ ഇതിവിടെ അടുപ്പത്ത് വെക്കണം. അത് ചൂടാകുമ്പോൾ അതിനകത്ത് ഇതെടുത്തിടണം. ഇനി ഈ തേങ്ങാപ്പാൽ കൂടി ഒഴിക്കണം. കണ്ടേ, ഈ തമ്പാലുണ്ടല്ലോ, ഈ തമ്പാൽ തമ്പാൽ ഇടില്ലേ, ഈ തമ്പാൽ ഇതും കൂടി ഇതിലൊഴിക്കണം. ഇത് ഞാൻ ഇതിലൊഴിക്കുന്ന കാണിച്ചതാ. കണ്ടേ, ഇത് നല്ല, ഇത് ഒഴിച്ചാലാണ് നല്ല പാലിൻ്റെ, ഇത് കട്ടിപ്പാലാണ്. ഇത് വെള്ളമൊന്നും കൂട്ടാതെ ആദ്യം നമ്മൾ തേങ്ങ പിഴിഞ്ഞിട്ട് കൊണ്ടുവക്കുന്ന തേങ്ങ അതിൻ്റെ സാധാരണയുള്ള പാലെടുക്കുന്നതായിരിക്കും. ഇതാണ് പാൽ. ഇതേപോലെ ആ വെള്ളത്തിൻ്റെ ചുവപ്പാണ് ആ കളറ് കാണുന്നത്. മറ്റ് നല്ല പിന്നെ പാലിൻ്റെ കളറ് വരേണ്ടത്. പാലിൻ്റെ കളർ വരില്ല,
അത്രയും കറുപ്പ് കളറാണ് വെല്ലം ഇട്ടാൽ. ഇതിപ്പോൾ ഞാനിതിൽ മുന്തിരി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അണ്ടിപ്പരിപ്പും കൂടി ഇടുന്നുണ്ട്. ഇത് കൂടി ഇട്ടേ, അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഇട്ടേ. ഇത് കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇളക്കിയിട്ട് ഇത് വറുത്തിട്ട് കണ്ടില്ലേ? ഇതേപോലെ നല്ല എല്ലാം ചൂടായാൽ അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇടുമായിരുന്നു മതി. പൊട്ടിച്ചാൽ ചെറിയ ചെറിയ കഷ്ണാക്കിയാലും എല്ലാവരും ഉണ്ടാവും. അതിന് ആയില്ല ഉണ്ടല്ലേ? ഇതേപോലെ ആയി. അത് വറവ് പാകം വരണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിൻ്റെ എല്ലാം പാകം വരണം, കരിഞ്ഞും പോറ് കണ്ടില്ലേ? ഇതേപോലെ കണ്ടാ, കണ്ടില്ലേ? ഇതാ ഇന്ന് പാകം വന്നതാ, ചുവന്ന് വന്നു. ഇനിയിപ്പം ഇത് ഇതിനകത്ത് ഇടുക വേണ്ടത്. എന്താ ഇതുപോലെ പാകം വന്ന് അതിലിട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഇനിയിപ്പോൾ ഇത് ആയി. ഇനിയിപ്പോൾ ഇത് നമുക്ക് തണിഞ്ഞിട്ടൊരു പാത്രത്തിൽ ആക്കി വെക്കാം, ഒഴിച്ച് വെക്കാം. ഞാൻ കാണിച്ചു തരാമല്ലോ. ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഇതാ കണ്ട മുന്തിരി അണ്ടിപ്പരിപ്പില്ല. അതാ ഞാനിപ്പോൾ ഇളക്കി വിട്ടിട്ടാണ് അതിൻ്റെ മേലെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനിയിപ്പോൾ നമുക്ക് പാത്രത്തിൽ വിളമ്പി വെച്ചിട്ട് നമുക്കത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതിപ്പോൾ കണ്ടല്ലോ, കണ്ടാ നല്ല അടിപൊളി പായസമാണ്. കണ്ടാ നല്ല, ഇത് കുടിച്ചാൽ നമുക്ക് രുചി പറയാൻ കഴിയില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി പ്രഥമന. ഞാനിങ്ങനെ നന്നായിട്ടേ വെക്കൂലൂ, വെക്കുന്നതെല്ലാം കണ്ടീഷനായിട്ട്. നല്ല അടിപൊളി മധുരവും ഭാഗം എല്ലാം നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ പോലും വരെ. നല്ല നമസ്കാരം, ഗുഡ് ബൈ.